5 most wanted entrepreneur ഐഡിയാസ്. ഒന്ന് അനലിറ്റിക്സ്, രണ്ടാമത്തേത് റോബോട്ടിക്സ്, മൂന്നാമത്തേത് മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, നാലാമത്തേത് ജെനോമിക്സ്, അഞ്ചാമത്തേത് നോളജ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ടെക്നോളജി ഏരിയയിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും പോസിബിളായിട്ടുള്ള ഇനി വരുന്ന ഹയർ എൻഡ് ഓഫ് ദ ടെക്നോളജി ഏരിയയിൽ കാണുന്ന സംരംഭകത്വ സ്പേസ് എന്ന് പറയുന്നത് ബിസിനസ് അനലിറ്റിക്സ് അല്ലെങ്കിൽ അനലിറ്റിക്സിലാണ്. ഓക്കെ, അത് ഏത് വെർട്ടിക്കലിലും ആകാം, ടെലികോം ആകാം, ബാങ്കിങ് ആകാം, ഫൈനാൻസ് ആകാം, ഏത് മേഖലയിൽ, ടെക്നോളജി ആകാം, ഏത് മേഖലയിലാകാം, അനലിറ്റിക്സ് ആ മേഖലയിൽ വളരെ കൂടുതലായിട്ടുള്ള സംരംഭക സാധ്യതകൾ കൂടുതലാണ്. അതൊന്ന്. രണ്ടാമതായിട്ടുള്ളതാണ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ റോബോട്ടിക്സ്. നമ്മളിപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നൊരു മേഖലയാണ്. ഇന്ന് കേരളത്തിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ലെവലിലെ ഗ്രാജുവേറ്റ്സ് കൂടുതലായിട്ട് നോക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല കോമ്പറ്റീഷനിലൊക്കെ ജയിച്ച് വരുന്ന 2-3 റോബോട്ടിക്സ് കമ്പനികളുണ്ട്. അതൊക്കെ ഇനി വരുന്ന റോബോട്ടിക്സ് മേഖലയിൽ മറ്റുള്ള സംരംഭകർക്ക് അതിന് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്ന കമ്പനികളായിട്ട് മാറും. ഓക്കെ, റോബോട്ടിക്സ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഓട്ടോമേഷൻ മേഖലയിലാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതിനുമായിട്ട് അനുബന്ധമായിട്ടുള്ളതാണെങ്കിലും ടെക്നോളജി ഏരിയ ഉള്ളതാണ്. ഇന്ന് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും ഹയസ്റ്റ് ELO റേറ്റിംഗ് ഉള്ള ഒരു ചെസ് പ്ലെയറിനെ തോൽപ്പിക്കാനായിട്ട് ഒരു മെഷീൻ, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനുകളാണ് കൂടുതലായിട്ട് തോൽപ്പിക്കാറ്. അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക്കിൽ നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും ഹയസ്റ്റ് ELO റേറ്റിംഗ്, ഇപ്പോൾ മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും ഹയസ്റ്റ് ELO റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും കമ്പ്യൂട്ടറുമായിട്ട് കളിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പരാജയപ്പെടാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ലോജിക്, ആൽഗോരിതം, അതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഇതിൽ കൂടെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനനുബന്ധമായിട്ടാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് നല്ലൊരു മേഖലയാണ്. ടെക്നോളജി കഴിഞ്ഞാൽ വേറൊരു ടെക്നോളജി, അതിന് ജെനോമിക്സ് എന്ന് പറയും, ജനറ്റിക് ടെക്നോളജി. ഓക്കെ, ഇന്ത്യയിൽ പല സ്റ്റാർട്ടപ്പുകളും ഇന്ന് ജനറ്റിക് മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നൊരു മേഖല നമ്മൾ പറയുന്നത് പ്രെഡിക്റ്റീവ് മെഡിക്കേഷൻ. ജീൻ മാപ്പിംഗ്, ഹ്യൂമൻ ജെനോം മാപ്പിംഗ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വ്യക്തിയിൽ ഒരു സസെപ്റ്റബിലിറ്റി ഓഫ് എ പേഴ്സൺ ടുവേർഡ്സ് ഗെറ്റിംഗ് എ പർട്ടിക്കുലർ ഡിസീസ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഉതകുന്ന ഒരു ഓൺട്രപ്രന്യൂറൽ ആയിട്ടാണ് ജെനോമിക്സ് മേഖല വളരെ കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ ലെവലാകാം, അല്ലെങ്കിൽ ലബോറട്ടറി തലത്തിലാകാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലാകാം, വളരെ കൂടുതലായിട്ട് പ്രോഗ്രസ് ഉണ്ടാകുന്ന ഒരു മേഖല ആണ് ജെനോമിക്സ്. ആ ജെനോമിക്സിൽ വേറെയും പല കമ്പ്യൂട്ടേഷണൽ ബയോളജി, അങ്ങനെ പല ഇത് ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് പല മേഖലകളുണ്ട്. ഇതൊക്കെ സംരംഭകത്വത്തിൻ്റെ ഉപയോഗം വളരെ കൂടുന്ന മേഖലകളാണ്. ഇനി അഞ്ചാമത്തെ പറയുന്നത് നോളജ് മാനേജ്മെൻറ്റ്. നോളജ് മാനേജ്മെൻറ്റ് പറയുന്നത് ടെക്നോളജി ആകാം, ഇതിൽ ടെക്നോളജിയും ഉണ്ട്, ഇതിൽ നോളജും ഉണ്ട്. അപ്പോൾ അറിവും ടെക്നോളജിയും കൂടെ ചേർന്നൊരു സങ്കലനമാണ്. ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഒരു സ്പെഷ്യലിസ്റ്റ് അടുത്ത് പോകുന്നു, അദ്ദേഹം നമ്മുടെ കൈയുടെ നാഡിയുടെ ഇത് നോക്കിയിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഹാർട്ടിങ്ങിന് ഒരു പ്രോബ്ലം വരാൻ വഴിയുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം ആ ഡോക്ടർ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസിൽ സിദ്ധിച്ചാണ്. അപ്പോൾ ടാസിറ്റ് നോളജിനെ നമുക്ക് വിവരിക്കാനാകാത്ത, പറഞ്ഞു കൊടുക്കാനാകാത്ത നോളജിനെ ടെക്നോളജിയും കമ്പ്യൂട്ടറൈസേഷനും ഇൻഫർമേഷൻ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിനബിൾ നോളജാക്കി മാറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്, ടാസിറ്റ് ടു എക്സ്പ്ലിസിറ്റ് നോളജ്. ഓക്കെ, ഈ നോളജ്, ഈ അറിവ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഡേറ്റയും ആ റിപ്പോസിറ്ററിൽ കൊണ്ടുവരാനൊക്കെ ഇതൊക്കെ ടെക്നോളജിക്കൽ മേഖലയിലുള്ളതാണ്, നോളജ് മാനേജ്മെൻറ്റ് മേഖലയിലുള്ള ഏരിയയാണ്. അങ്ങനെ 5 ഏരിയ. ഒന്ന് അനലിറ്റിക്സ്, രണ്ടാമത്തേത് റോബോട്ടിക്സ്, മൂന്നാമത്തേത് മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, നാലാമത്തേത് ജെനോമിക്സ്, അഞ്ചാമത്തേത് നോളജ് മാനേജ്മെൻറ്റ്.